നമ്മുടെ സിവിൽ സർവീസ് നോട്ടിഫിക്കേഷൻ ഇപ്പോൾ റിലീസ് ചെയ്തിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട കംപ്ലീറ്റ് വിവരങ്ങൾ നമുക്ക് ഈ വീഡിയോ ഭാഗത്തിലൂടെ നോക്കാവുന്നതാണ്. ഇത് വന്ന ഉടനെ തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മുടെ വാട്സപ്പ് ചാനൽ UPSCക്ക് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് നമുക്കൊരു വാട്സപ്പ് ചാനലുണ്ട്. അപ്പോൾ ആ വാട്സപ്പ് ചാനലിൽ ഇത് നമ്മൾ കൃത്യമായിട്ട് തന്നെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിൽ നിങ്ങൾക്ക് അംഗമാവാൻ താല്പര്യമുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്കൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക, UPSCക്ക് തയ്യാറെടുക്കുന്നവർ മാത്രം അതിൽ ജോയിൻ ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ലാത്തവർക്ക് ജനറലി ഒരു വാട്സപ്പ് ചാനലുണ്ട്, SSC, RRB, PSC എല്ലാം നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്ന ഒരു വാട്സപ്പ് ചാനലുണ്ട്. അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. സോ UPSCൻ്റെ അപ്ഡേറ്റ് വരുമ്പോൾ മാത്രമേ നമ്മൾ ആ ഒരു വാട്സപ്പിൽ ഇടാറുമുള്ളൂ. സോ എന്തായാലും ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ വന്നിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട കാര്യം നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും 4/2/2026 നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 24/2/2026 അപ്പം CS എക്സാമിനേഷൻ CSE എക്സാമിനേഷൻ 2026 നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ UPSCൻ്റെ വെബ്സൈറ്റ് ആയിട്ടുള്ള upsc.gov.in ഈ ഒരു വെബ്സൈറ്റ് പഴയതാണ്. അപ്ലൈ ചെയ്യേണ്ട വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ മുമ്പോട്ട് ഞാൻ പറയുന്നുണ്ട്. ഏത് വെബ്സൈറ്റിലൂടെയാണ് അപ്ലൈ ചെയ്യേണ്ടത് കാര്യങ്ങളെല്ലാം തന്നെ ഈ വീഡിയോയിൽ മുമ്പോട്ടേക്ക് പറയുന്നുണ്ട്. അപ്പോൾ ശ്രദ്ധിച്ച് വീഡിയോ കണ്ട് മനസ്സിലാക്കുക. ഹൗ ടു അപ്ലൈ എന്നുള്ള ഭാഗത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കാൻഡിഡേറ്റ് ആർ റിക്വയർഡ് ടു അപ്ലൈ ഓൺലൈൻ ബൈ യൂസിങ് ദി വെബ്സൈറ്റ്. ഇവിടെ കാണാൻ സാധിക്കും UPSC online.nic.in എന്ന് പറയുന്ന വെബ്സൈറ്റിലൂടെയാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്ലൈ ചെയ്യേണ്ട ലിങ്കൊക്കെ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓരോ ഡീറ്റെയിൽസ് നമ്മളിതിൽ പറയുന്നുണ്ട്. ഏകദേശം അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് നമ്മൾ പറഞ്ഞു 24 ഫെബ്രുവരി 2026. നമുക്ക് കേരളത്തിലും പരീക്ഷാ സെൻറ്ററും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട്. പരീക്ഷാ സെൻറ്റർ മെയിൻസ് ആണെങ്കിലും അതുപോലെ തന്നെ പ്രിലിംസ് ആണെങ്കിലും പ്രിലിംസും മെയിൻസും എല്ലാം നമുക്ക് കേരളത്തിൽ തന്നെ എഴുതാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. സോ എത്ര സർവീസിലേക്കാണ് നമുക്കിവിടെ സെലക്ഷൻ വന്നിട്ടുള്ളത് നോക്കാവുന്നതാണ്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും 23ഓളം സർവീസിലേക്കാണ് ഇപ്പോൾ നമുക്ക് സെലക്ഷൻ ഇപ്പോൾ ക്ഷണിച്ചിട്ടുള്ളത്. ആദ്യം തന്നെ ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്, അതായത് IAS ഉണ്ട്. അതുപോലെ തന്നെ ഇന്ത്യൻ ഫോറിൻ സർവീസ് IFS കൊടുത്ത് കാണാൻ സാധിക്കും. ഇന്ത്യൻ പോലീസ് സർവീസ് IPS കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട് സർവീസ് ഗ്രൂപ്പ് എയിൽ വരുന്നത് കാണാൻ സാധിക്കും. അങ്ങനെ നിരവധി സർവീസുകളാണ് ഇതിൽ വരുന്നത്. പിന്നെ ഇന്ത്യൻ റെയിൽവേയിലേക്ക് വന്നത് കാണാൻ സാധിക്കും. മാനേജ്മെൻറ്റ് സർവീസ്, ട്രാഫിക്കിലേക്ക് വന്നത് കാണാൻ സാധിക്കുന്നതാണ്. പിന്നെ നമ്മുടെ ഇന്ത്യൻ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് സർവീസിലേക്കുള്ള കാണാൻ സാധിക്കുന്നതാണ്. റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് ആണ് കേട്ടോ. നമ്മുടെ RPFൻ്റെ സർവീസിൽ ഗ്രൂപ്പ് A പോസ്റ്റിലേക്ക് വന്നത് കാണാൻ സാധിക്കും. അങ്ങനെ നിരവധി റവന്യൂ സർവീസ് വന്ന് കാണാൻ സാധിക്കും. കസ്റ്റംസ് ആൻഡ് ഡയറക്റ്റ് ടാക്സസിലേക്ക് വന്നത് കാണാൻ സാധിക്കും. ഇൻകം ടാക്സിലേക്ക് വന്നത് കാണാൻ സാധിക്കും. അങ്ങനെ നിരവധി അവസരമാണ് ഇവിടെ വന്നിട്ടുള്ളത്. നമുക്ക് ഇവിടെയായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഫൈനലി 23ാമത്തെ പുതുച്ചേരി പോലീസ് സർവീസിലേക്ക് വന്നത് നമുക്ക് കാണാം. ഗ്രൂപ്പ് B ആണ് അത് വരുന്നത് കേട്ടോ. അങ്ങനെ ആകെ മൊത്തം നിങ്ങൾക്ക് കാണാൻ സാധിക്കും 933 ഒഴിവുകളിലേക്കാണ് ഈ വർഷത്തെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. ഏകദേശം 10 ലക്ഷത്തിൽ മിനിമം ഏറ്റവും ചുരുക്കം വരുന്നതാണ്. 10 ലക്ഷത്തിൻ്റെ അടുത്ത ആപ്ലിക്കേഷൻസ് ആണ് പൊതുവെ വരാറായിട്ടുള്ളത്, എല്ലാ വർഷവും വരാറായിട്ടുള്ളത്. സോ എന്തായാലും നമുക്കിതിൻ്റെ പരീക്ഷാ സെൻറ്റേഴ്സ് എവിടെയൊക്കെയാണ് കേരളത്തിൽ വരുന്നത് നോക്കാം. കോഴിക്കോട്, ആദ്യം തന്നെ കൊച്ചി, എറണാകുളം വരുന്നത് കാണാൻ സാധിക്കും. പിന്നെ കോഴിക്കോട്, കാലിക്കറ്റ് നമുക്ക് എക്സാം സെൻറ്റർ വരുന്നുണ്ട്. പിന്നെ നമുക്ക് തിരുവനന്തപുരവും പരീക്ഷാ സെൻറ്റർ വരുന്നുണ്ട്. കേരളത്തിൽ പ്രിലിംസിൻ്റെ സെൻറ്ററാണ് കേട്ടോ. അതുപോലെ മെയിൻസ് എഴുതാനായിട്ട്, അതായത് പ്രിലിംസ് പാസ്സാകുന്നവർക്ക് മെയിൻസ് എഴുതാനായിട്ട് തിരുവനന്തപുരം മാത്രമാണ് സെൻറ്റർ ലഭിക്കുന്നത് എന്നും കൂടി പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. ഇനി നമുക്കിതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസിലേക്കും കൂടി കിടക്കാവുന്നതാണ്. അതായത് ഇതിന് അപേക്ഷിക്കാൻ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതൊക്കെ നമുക്ക് പെട്ടെന്ന് ചെക്ക് ചെയ്യാവുന്നതാണ്. ഏജ് ലിമിറ്റാണ് ഇനി നോക്കേണ്ടതായിട്ടുള്ള ഏജ് ലിമിറ്റ്, ക്വാളിഫിക്കേഷൻ ഇതൊക്കെ നോക്കാനുണ്ട്. അപ്പോൾ 21 വയസ്സ് മുതൽ 32 വയസ്സ് വരെയുള്ളവർക്കാണ് ഇതിന് അപേക്ഷിക്കാനായിട്ട് സാധിക്കാമെന്ന് ശ്രദ്ധിച്ചിരിക്കുക. 1 ഓഗസ്റ്റ് 2026 എന്ന തീയതി അടിസ്ഥാനപ്പെടുത്തിയാണ് പ്രായം കണക്കാക്കുന്നത് എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ 2 ഓഗസ്റ്റ് 1994 അതുപോലെ 1 ഓഗസ്റ്റ് 2005 ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്കാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. ഏജിൽ റിലാക്സേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, അത് നമുക്ക് പറയാവുന്നതാണ്. ഏജിൽ നോർമലി ലഭിക്കുന്ന പോലെ SC ST OBC വിഭാഗത്തിന് 3-5 രീതിയിലുള്ള ഏജ് റിലാക്സേഷനും കാര്യം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ് ടു മാക്സിമം 5 ഇയേഴ്സ് ആണ് പറഞ്ഞത്. മാക്സിമം ഓഫ് 5 ഇയേഴ്സ് ഇൻ ഇഫ് കാൻഡിഡേറ്റ് ബിലോങ് ടു ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ടൈപ്സ് ആണെങ്കിൽ ഏകദേശം 5 വർഷം കിട്ടും. 3 ഇയേഴ്സ് ആണ് നമുക്ക് OBC വിഭാഗത്തിന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ അറ്റംപ്റ്റ്സ് ഉണ്ട്, അതായത് ഇത്ര തവണ ഇത് എഴുതാൻ പറ്റൂ എന്നുള്ളൊരു ക്രൈറ്റീരിയ പറയുന്നത്. നമുക്ക് നോക്കാം. മിനിമം ക്വാളിഫിക്കേഷൻ നോക്കാം. അതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ഡിഗ്രി വേണം. എ കാൻഡിഡേറ്റ് മസ്റ്റ് ഹോൾഡ് എ ഗ്രാജുവേറ്റ് ഡിഗ്രി. ഏത് ഡിഗ്രി ഉണ്ടെങ്കിലും അപ്ലൈ ചെയ്യട്ടോ. ഒരു അംഗീകാരമായിട്ടുള്ള ഒരു ഡിഗ്രി, UGC റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു അംഗീകാരമുള്ള ഗവൺമെൻറ് റെക്കഗ്നൈസ്ഡ് ഉള്ള അംഗീകാരമുള്ള ഒരു ഡിഗ്രി ഉണ്ട്, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇതിൽ SC ST വിഭാഗത്തിന് അൺലിമിറ്റഡ് ആയിട്ട് അറ്റംപ്റ്റ്സ് കൊടുക്കാൻ സാധിക്കും. എത്ര വേണ്ടിക്കലും അവർക്ക് എഴുതാൻ സാധിക്കും ഏജ് ലിമിറ്റിൻ്റെ ഇടയിൽ. OBC ആവുന്ന സമയത്ത് 9 തവണ മാത്രമേ ഇതിന് പരീക്ഷ എഴുതാൻ പറ്റും. അതായത് നിങ്ങൾ പ്രിലിംസിന് പ്രിലിംസ് അപ്ലൈ ചെയ്തെന്ന് കാര്യം ഇതൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞതാണ്, വീഡിയോ ചെയ്തിട്ട് നമ്മുടെ വാട്സപ്പ് ചാനലിലൂടെയൊക്കെ പറഞ്ഞതാണ്. എങ്കിലും ഒന്നുകൂടെ പറയാം. അപ്പോൾ പ്രിലിംസിന് നിങ്ങൾ അപ്ലൈ ചെയ്തിട്ട് അത് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ അറ്റംപ്റ്റ് 1 മാറുന്നതായിരിക്കും. അറ്റൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ അറ്റംപ്റ്റ് ആവില്ല. അപ്ലൈ ചെയ്ത് ഫീസ് അടച്ചാലും അറ്റംപ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അത്
പ്രശ്നമില്ല, നിങ്ങൾക്കൊരു അറ്റംപ്റ്റ് കൂട്ടില്ല. ഇനി നിങ്ങൾ ഇവിടെ ഇപ്പോൾ സിവിൽ സർവീസിന് തന്നെ പ്രിലിംസ് അപ്ലൈ ചെയ്തു, പ്രിലിംസ് പാസ്സായി, മെയിൻസ് അറ്റംപ്റ്റ് ചെയ്താലും ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ ഒന്ന് കൂട്ടും കേട്ടോ, ചെയ്താലും ചെയ്തില്ലെങ്കിൽ ഒന്ന് കൂട്ടും. പ്രിലിംസ് അറ്റൻഡ് ചെയ്തോ എന്നുള്ളതിലാണ് ഈ ഒന്ന് വരുന്നത്. അങ്ങനെ നിങ്ങൾ ഒരു 9 ഇതുണ്ടാകും, 9 അറ്റംപ്റ്റിൽ 3 സെക്ഷനാണ്, 3 സെലക്ഷൻ ഭാഗങ്ങളാണ് വരുന്നത്, മുമ്പോട്ട് പറയാം. അപ്പോൾ ആ 3 എണ്ണം നിങ്ങൾ ക്ലിയർ ചെയ്ത് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ജോലിയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. ഫൈനൽ ലിസ്റ്റിലും കൂടി വരണം കേട്ടോ. പിന്നെ PWBD ഒക്കെ ഇവിടെ കാണാൻ സാധിക്കും, ഈ ഭാഗത്ത് വരുന്ന EWS അങ്ങനെയുള്ള വിഭാഗത്തിനൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും 9 ചാൻസ്, അതൊക്കെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. സോ ഓരോരോ വിഭാഗത്തിന് ഓരോരോ രീതിയിലാണ് ഇത് വരുന്നത്, അറ്റംപ്റ്റ്സ് വരുന്നത്. നോർമലി 6 ആണെങ്കിൽ OBC വിഭാഗത്തിന് 9, അതുപോലെ SC/ST വിഭാഗത്തിന് അൺലിമിറ്റഡ് ആയിട്ടുള്ള അറ്റംപ്റ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് നമ്മൾ മുമ്പ് പറഞ്ഞതുകൊണ്ട് നമ്മൾ അതിലേക്ക് അധികം കടക്കുന്നില്ല. ഇനി നമുക്കിതിൻ്റെ ബാക്കിയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്കും കൂടി കടക്കാവുന്നതാണ്. ഫീസിൻ്റെ കാര്യം നോക്കാം. ഫീസ് SC/ST ഉദ്യോഗാർത്ഥികൾ ഫീസ് അടക്കേണ്ട, ഫീമെയിൽ ഉദ്യോഗാർത്ഥികളും ഫീസ് അടക്കേണ്ട കാര്യമില്ല എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. അതുപോലെ തന്നെ ഇവിടെ കാണാൻ സാധിക്കും റിക്വയർഡ് ടു പേ 100 രൂപയാണ് ഫീ പേയ്മെൻ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. 100 രൂപ പരീക്ഷാ ഫീസായിട്ട് അടക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളൊരു കാര്യമാണ് ഇവിടെ UPSC നമ്മളെടുത്ത് ആവശ്യപ്പെട്ടുള്ളത്. 100 രൂപ പരീക്ഷാ ഫീസ് പറയുന്നുണ്ട്. UPSCൻ്റെ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് ഇപ്പോൾ അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഇതൊക്കെയാണ് പ്രധാനമായിട്ട് പറയാനുള്ളത്. പിന്നെ സിഗ്നേച്ചർ, ബാക്കിയുള്ള കാര്യങ്ങൾ, ലൈവ് ഫോട്ടോ, ഇതിൻ്റെയൊക്കെ അപ്ലോഡിങ് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ നോട്ടിഫിക്കേഷൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ട് ഇതൊന്ന് ഡൗൺലോഡ് ചെയ്ത് ഡീറ്റെയിൽ ആയിട്ട് വായിച്ച് നോക്കിയിട്ട് മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്യുക. കാരണം ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്, നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം തന്നെയാണ്. പിന്നെ പരീക്ഷേൻ്റെ ഒരു രീതിയും കാര്യങ്ങളൊക്കെ, പ്രിലിംസ് കഴിഞ്ഞാൽ മെയിൻസിലേക്ക് നിങ്ങൾ പോകും. മെയിൻസിന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഓരോരോ പേപ്പർ. നമുക്കിതിൽ സെലക്ട് ചെയ്യാനുള്ള പേപ്പർ ഉണ്ട്, മെയിൻസ് പാസ്സാണ് സെലക്ട് ചെയ്യാനും. അതുപോലെ തന്നെ മെയിൻസ് എഴുത്ത് പരീക്ഷ ആയിരിക്കും കേട്ടോ. നമ്മുടെ പ്രിലിംസ് എന്ന് പറയുമ്പോൾ 400 മാർക്കിൻ്റെ ഒരു ഒബ്ജക്റ്റീവ് മൾട്ടിപ്പിൾ ടൈപ്പിലുള്ള ഒരു പരീക്ഷയാണെങ്കിൽ ഇവിടെ നമുക്ക് ഡിസ്ക്രിപ്റ്റീവ് എഴുത്ത് പരീക്ഷയാണ് വരുന്നത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക. എഴുത്ത് പരീക്ഷൻ്റെ ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ നമ്മുടെ വാട്സപ്പ് ചാനലിൽ ഒന്നുകൂടെ വ്യക്തമായിട്ട് ഒരു ഡീറ്റെയിൽ വോയിസ് ഇടാം. ആ വീഡിയോയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് കൊണ്ടാണ് അധികം ഡിസ്കസ് ചെയ്യാത്തത്. ഈ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്കൊരു വ്യക്തത ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇല്ലെങ്കിൽ വീഡിയോൻ്റെ ലെങ്ത്ത് കൂടിക്കൊണ്ടിരിക്കും, ഇത് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുക. അപ്പോൾ നമുക്ക് മെയിൻസ് വരുന്നത് 1750 മാർക്കിനാണ് മെയിൻസ് വരുന്നത്. പിന്നെ പേഴ്സണാലിറ്റി ടെസ്റ്റ് എന്ന് പറയും, അതായത് ഇൻ്റർവ്യൂ എന്ന് നോർമലി എല്ലാവരും പറയുന്നത്. അതെല്ലാം കൂടി വരുമ്പോൾ ഏകദേശം 2025 മാർക്കിലാണ് പരീക്ഷേൻ്റെ മാർക്കിംഗ് സിസ്റ്റം വരുന്നത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക. മെയിൻസും അതുപോലെ തന്നെ ഇൻ്റർവ്യൂവിൻ്റെ മാർക്ക് കൂടിയിട്ടാണ് ഫൈനൽ ലിസ്റ്റ് വരിക. പ്രിലിംസ് ജസ്റ്റ് ക്വാളിഫയിങ് നേച്ചർ മാത്രമാണ്, നമ്മൾ പാസ്സാവണം എന്നുള്ളൊരു ക്രൈറ്റീരിയയാണ് നമ്മുടെ മുമ്പിൽ വരുന്നത്. പാസ്സായി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മെയിൻസ് എഴുതാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഈ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് താഴെ ലഭിക്കും. താല്പര്യമുള്ളവർക്ക് ഇത് ഡൗൺലോഡ് ചെയ്ത് കാര്യങ്ങളൊക്കെ വായിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ്. മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഇത് ഷെയർ ചെയ്യാനും, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കണ്ട. ബാക്കിയുള്ള അപ്ഡേറ്റുകളൊക്കെ ഇതുപോലെ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതുമായിരിക്കും.